ഈ അപ്ഡേറ്റ്സ് ഞാൻ എന്റെ ചാനലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് സൂപ്പർ ആയിരുന്നു. പിന്നെ അടുത്തൊരു അടിപൊളി കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ വീഡിയോയ്ക്ക് വന്ന റിസൾട്ട് എന്നെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. 2025 എന്ന് പറയുന്ന വർഷം യൂട്യൂബില് അപ്ഡേറ്റുകളുടെ തന്നെ ഒരു ഘോഷയാത്രയായിരുന്നു. ഇതിൽ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്രിയേറ്റേഴ്സിന്റെ വ്യൂസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കുറച്ച് അപ്ഡേഷൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ എനിക്ക് 2 അപ്ഡേറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ അപ്ഡേഷൻസ് സ്മോൾ ക്രിയേറ്റേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്രൈറ്റീരിയാസും അത് നമുക്ക് എങ്ങനെ നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യാമെന്നും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ അപ്ഡേറ്റ്സ് ഞാൻ എന്റെ ചാനലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് സൂപ്പർ ആയിരുന്നു. അപ്പൊ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് പോലെ ആധികാരികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനലിലൂടെ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. അപ്പൊ ക്രിയേറ്റേഴ്സിനുള്ള ഒന്നാമതായിട്ടുള്ള സൂപ്പർബായിട്ടുള്ള അപ്ഡേറ്റ് ആണ് A/B ടെസ്റ്റിംഗ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. ശരിക്കും ഈ അപ്ഡേറ്റ് മാസങ്ങൾക്ക് മുമ്പേ മറ്റ് കൺട്രീസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 മാസം മുമ്പാണ് നമുക്ക് ഈ അപ്ഡേറ്റ് അനൗൺസ് ചെയ്തത്. എന്നാൽ ഈ അപ്ഡേറ്റ് ആദ്യം വളരെ കുറച്ച് ക്രിയേറ്റേഴ്സിന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ അപ്ഡേഷൻ എല്ലാ ക്രിയേറ്റേഴ്സിനും നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഐ ബട്ടണും എൻ സ്ക്രീനും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പ് വേർഷനിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഈ അപ്ഡേറ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കി. പക്ഷെ അതിന്റെ റിസൾട്ട് എന്നെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു കേട്ടോ. അതിന്റെ റിസൾട്ട് ഞാൻ ആദ്യം കാണിക്കാം. ശരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതിനുശേഷമാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ A/B ടെസ്റ്റ് ചെയ്ത റിസൾട്ട്. ഞാൻ ആക്ച്വലി 2 ടൈറ്റിലും 2 തമ്പനയിലും ആയിരുന്നു കൊടുത്തത്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. 64.5% ആണ് എന്റെ ആദ്യത്തെ തമ്പനയിലിന് കിട്ടിയ പെർസെന്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന് 35.5%. ഇതില് എന്റെ ഫസ്റ്റ് തമ്പനയില് സക്സസ്ഫുൾ ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഞാൻ എന്റെ സെക്കൻഡ് തമ്പനയിലായിരുന്നു എന്റെ വീഡിയോയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയ്ക്ക് വേണ്ട റീച്ച് കിട്ടത്തില്ലായിരുന്നു. ഞാൻ ഈ 2 തമ്പനയിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള തമ്പനയില് യൂട്യൂബ് ചൂസ് ചെയ്തു. അതിനനുസരിച്ച് എനിക്ക് കിട്ടിയ ഒരു വ്യൂസ്, എന്റെ വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. ഇതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു 3-4 വീഡിയോസിന്റെ വ്യൂസ് തമ്മിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ വീഡിയോയ്ക്ക് വന്ന റിസൾട്ട് എന്നെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഈ അപ്ഡേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഈ A/B ടെസ്റ്റിംഗ് അപ്ഡേഷന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ഒന്ന് പറയാം. ഒന്നാമത് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലുള്ള വീഡിയോസ് ആവാൻ പാടില്ല. രണ്ടാമതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കണം. മൂന്നാമതായിട്ട് ഷോർട്ട് വീഡിയോസ്, ലൈവ് സ്ട്രീംസ് അതിനൊന്നും കിട്ടത്തില്ല. നമ്മുടെ ലോങ് വീഡിയോസിന് മാത്രമേ ഈ A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഈ അപ്ഡേഷൻ കിട്ടത്തില്ല. ഈ അപ്ഡേഷൻ നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അടുത്തൊരു അടിപൊളി കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ മാത്രമല്ല, നമ്മുടെ പഴയ വീഡിയോസിലും ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ അപ്ഡേറ്റ് എന്നുള്ളതൊന്ന് പറയാമേ. നേരെ നമ്മൾ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് വേർഷനിൽ പോവുക. ദെൻ നമ്മുടെ കണ്ടന്റ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതിൽ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമുക്കിത് കൊടുക്കാം. അതുപോലെ ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ടൈറ്റിലിന്റെ താഴെയായിട്ട് A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ A/B ടെസ്റ്റിംഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കാണാൻ പറ്റും. 3 ഓപ്ഷൻസ് ഉണ്ട്. ടൈറ്റിൽ ഒള്ളി, തമ്പനയിൽ ഒള്ളി, ടൈറ്റിൽ ആൻഡ് തമ്പനയിൽ. ഈ ടൈറ്റിൽ ഒള്ളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 ടൈറ്റിൽ, ഇതിനകത്ത് നമുക്ക് 3 ടൈറ്റിൽ കൊടുക്കാൻ പറ്റും.
ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റും. രണ്ടാമതായിട്ടുള്ളത് തമ്പനയിൽ മാത്രമായിട്ടുള്ള 3 തമ്പനയിൽ മാത്രം കൊടുക്കുക, എന്നിട്ട് സെയിം ടൈറ്റിൽ തന്നെ കൊടുക്കുക. മറ്റേതെന്ന് പറയുന്നത് തമ്പനയിൽ സെയിം തന്നെ, ടൈറ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കും, 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് തമ്പനയിൽ. അതിൽ 3 ടൈറ്റിലും കൊടുക്കാം, 3 തമ്പനയിലും കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്ന ടൈറ്റിൽ തമ്പനയിൽ, അതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ പുതിയത്, ഇപ്പം ടൈറ്റിൽ ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നു, ചുമ്മാ ഞാൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഇമേജ് കൊടുത്തേക്കുവാണേ. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തതും കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ടെസ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പം അത് റൺ ചെയ്യുന്ന കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ടോപ്പിൽ ചെന്നിട്ട് സേവ് ചെയ്യാൻ മറക്കാതിരിക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ പുതിയ ടൈറ്റിലും തമ്പനയിലും ഒക്കെ AB ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും സേവ് ചെയ്യുക. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന്റെ എഡിറ്റിംഗ്സ് ഒക്കെ ചെയ്യുന്നത് അൺലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഈ അൺലിസ്റ്റ് മോഡിൽ നമ്മുടെ ഈ AB ടെസ്റ്റിംഗ് വർക്ക് ചെയ്യത്തില്ല. അത് നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് ഇട്ടാലും അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണിക്കുന്നത് നോട്ട് വർക്കിംഗ് എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ വീഡിയോ എപ്പോൾ പബ്ലിക് ആക്കുന്നോ അപ്പം മുതലായിരിക്കും AB ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. AB ടെസ്റ്റിംഗ് എന്റെ വീഡിയോയിൽ ഒരു 24 hours കഴിഞ്ഞപ്പോഴത്തേക്ക് ടെസ്റ്റിങ്ങിന്റെ റിസൾട്ട് വന്നു. കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ 2-3 ആഴ്ചകൾ കൊണ്ടോ ഈ AB ടെസ്റ്റിങ്ങിന്റെ റിസൾട്ട് കിട്ടാം. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ടെസ്റ്റിന്റെ റിസൾട്ട് ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയിട്ട് നിൽക്കുവാണെങ്കിൽ യൂട്യൂബ് തന്നെ ടെസ്റ്റിങ്ങിന് ശേഷം തമ്പനയിലായിട്ട് സെറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ടെസ്റ്റിങ്ങിന്റെ റിസൾട്ട് 3 എണ്ണം ഒരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും യൂട്യൂബ് തമ്പനയിലും ടൈറ്റിലും ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം 3 എണ്ണം സെറ്റ് ചെയ്യണമെന്നില്ല, ഞാൻ ചെയ്തതുപോലെ 2 എണ്ണം ആയാലും മതി. ഈ അപ്ഡേറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം നിങ്ങൾ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈപ്പ് ഓപ്ഷൻ ആണ്. ഇത് ആക്ച്വലി ഹാഫ് മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ ഈ ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ആവത്തുള്ളൂ. ഈ ഹൈപ്പ് ഓപ്ഷന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റേഴ്സിനൊന്നും ചെയ്യാനില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യും. നമ്മുടെ കമന്റ് സെക്ഷന്റെ സൈഡിലായിട്ട് പുതിയൊരു ഓപ്ഷൻ കൂടി എനേബിൾ ആവും. എന്റെ ചാനലിൽ ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ഈ AB ടെസ്റ്റിങ്ങും ഹൈപ്പ് ഓപ്ഷനും ഈ 2 അപ്ഡേറ്റ്സും ക്രിയേറ്റേഴ്സിന്, സ്മോൾ ക്രിയേറ്റേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മുടെ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ചാനലിൽ ആദ്യം പറഞ്ഞ അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. ഈ അപ്ഡേറ്റ് യൂട്യൂബ് നമുക്കിപ്പോ തന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല പുഷ് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ഹൈപ്പും കൂടെ ചെയ്തേക്കണേ.